നമസ്കാരം. കോൺഗ്രസിനകത്ത് സ്ത്രീപീഡനം പരാതിയുമായി മഹിളാ കോൺഗ്രസ് നേതാവ് VD സതീശന്റെ വക പവർ ഗ്രൂപ്പ് എന്നും പരാതി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വഴി മലയാള സിനിമാ മേഖലയിലെ സ്ത്രീപീഡന പരാതികൾ പുറത്തുവരികയും വിഷയം തിളച്ചു നിൽക്കുകയും ചെയ്തതിനിടയിൽ രാഷ്ട്രീയത്തിലെ സ്ത്രീപീഡന കഥകളുമായി മുൻ മഹിളാ കോൺഗ്രസ് നേതാവ് രംഗത്ത് വന്നു. ഒരു പ്രമുഖ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ പരാതി പറഞ്ഞിരിക്കുന്നത്. പരാതി ഉയർത്തിയിരിക്കുന്നത് കോൺഗ്രസിലെ ചെറിയ ആളൊന്നുമല്ല. AICC അംഗവും KPCC നിർവാഹക സമിതി അംഗവും മഹിളാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും ഏറ്റവും ഒടുവിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗം എന്ന നിലകളിൽ പ്രവർത്തിച്ച സിമി റോസ് ബെൽജോൺ ആണ് സ്ത്രീപീഡന അനുഭവങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നത്. സിനിമയിൽ മാത്രമല്ല കോൺഗ്രസ് പാർട്ടിയിലും കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടെന്നും പാർട്ടിയെ കൈയടക്കി വെച്ചിരിക്കുന്ന 1-2 നേതാക്കന്മാരാണ് പവർ ഗ്രൂപ്പ് ഉണ്ടാക്കി എല്ലാ കളികളും നടത്തുന്നതെന്നും അവർ തുറന്നടിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് കോൺഗ്രസ് പാർട്ടിയിലെ പവർ ഗ്രൂപ്പിന്റെ നേതാവെന്നും അവർ പറയുന്നു. കോൺഗ്രസ് പാർട്ടിയുടെ ഒരു നേതാവിന്റെയും മുന്നിൽ ഒരു സ്ത്രീയും ഒറ്റയ്ക്ക് കാണുവാൻ പോകരുതെന്ന മുന്നറിയിപ്പും കൂടി സിമി പറയുന്നുണ്ട്. കോൺഗ്രസ് പാർട്ടിയിൽ കുറച്ചു കാലമായി ഇത്തരത്തിലുള്ള മോശം പ്രവണതകൾ തുടർന്നു വരികയാണ്. പാർട്ടിയിൽ അവസരങ്ങൾ ലഭിക്കുന്ന സ്ത്രീകൾ നേതാക്കന്മാരുടെ ചൂഷണങ്ങൾക്ക് വിധേയരാകുന്നു എന്നത് പരസ്യമായ രഹസ്യമാണെന്നും സിമി റോസ് ബെൽജോൺ പറയുന്നു. ഇപ്പോൾ KPCC ജനറൽ സെക്രട്ടറി പദവിയിൽ ഇരിക്കുന്ന ദീപ്തി മേരി വർഗീസ്, അതുപോലെ തന്നെ മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജബി മേത്തർ എന്നിവരെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് സിമി സ്ത്രീകൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ, ദുരനുഭവങ്ങൾ പലതും തനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നും എന്നാൽ നേതാക്കന്മാരുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങാതെ വന്നതാണ് താൻ പാർട്ടിയിൽ തടയപ്പെടാൻ കാരണമെന്നും അവർ പറയുന്നു. നേതാക്കന്മാരുമായി രഹസ്യബന്ധങ്ങൾ തുടർന്നു വരുന്ന ചില സ്ത്രീകൾ അർഹതയില്ലാത്ത പദവികൾ സ്വന്തമാക്കുന്നത് പാർട്ടിയിൽ ചർച്ചയായി വന്നിട്ടുള്ള കാര്യമാണെന്നും അവർ പറയുന്നുണ്ട്. തനിക്ക് മാത്രമല്ല തന്റെ സുഹൃത്തുക്കളായ പല വനിതാ പ്രവർത്തകർക്കും നേതാക്കന്മാരിൽ നിന്നും പീഡനങ്ങൾ ഉണ്ടായിട്ടുള്ള കഥകൾ തനിക്ക് അറിയാമെന്നും അവർ പറയുന്നു. പാർട്ടി പദവികൾ മാത്രമല്ല പാർലമെന്ററി പദവിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അവസരങ്ങളിലും പല നേതാക്കളും മഹിളാ കോൺഗ്രസ് നേതാക്കളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നുണ്ട്. ഇതിന് വഴങ്ങിയില്ലെങ്കിൽ വെറും കൊടിപിടുത്തക്കാർ മാത്രമായി സ്ത്രീകൾ മാറുന്ന സാഹചര്യമാണ് പാർട്ടിയിൽ നിലനിൽക്കുന്നത്. കഴിഞ്ഞ 2-3 കൊല്ലത്തിനിടയിലാണ് കോൺഗ്രസ് പാർട്ടിക്കകത്ത് തെറ്റായ പ്രവണതകൾ ശക്തി പ്രാപിച്ചത്. ഇതിനെല്ലാ പിന്തുണയും നൽകി മുന്നോട്ട് പോകുന്നത് പ്രതിപക്ഷ നേതാവാണെന്നും അവർ പറഞ്ഞു. സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പീഡന സംഭവങ്ങൾ പുറത്തു വന്നതിന്റെ പേരിൽ CPM-ന്റെ നേതാക്കൾ അടക്കമുള്ള സിനിമാ താരങ്ങളെ കുറ്റപ്പെടുത്തുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ സ്വന്തം കാലിലെ മന്ത് മൂടി വെച്ചുകൊണ്ടാണ് മറ്റുള്ളവരെ മന്ദന്മാർ എന്ന് വിളിക്കുന്നതെന്ന രീതിയിലുള്ള പരിഹാസവും അവർ നടത്തിയിട്ടുണ്ട്. ഏതായാലും മഹിളാ കോൺഗ്രസിന്റെ ഉയർന്ന പദവികളിൽ ഇരുന്ന സിമി നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തലുകൾ കോൺഗ്രസ് പാർട്ടിയിൽ വലിയ പൊട്ടിത്തെറിക്ക് വഴിയൊരുക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ആരും പറയാത്ത വെളിപ്പെടുത്തലുകളുമായി വന്ന സിമി റോസ് ബെൽജോണിനെതിരെ ഇപ്പോഴത്തെ മഹിളാ കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട്. പാർട്ടിയിൽ നിന്നുകൊണ്ട് വലിയ വലിയ പദവികൾ സ്വന്തമാക്കിയ സിമി കഴിഞ്ഞ കുറച്ചു കാലമായി പാർട്ടിയിൽ ഒരു പ്രവർത്തനവും നടത്താറില്ല. PSC അംഗം എന്ന നിലയിൽ വലിയ വരുമാനം നേടി സാമ്പത്തികമായി നേട്ടമുണ്ടാക്കിയ സിമി ഇപ്പോൾ സത്യവതി ചമയുന്നത് വേറെ ചില ലക്ഷ്യത്തോടെയാണെന്നും കോൺഗ്രസ് പാർട്ടിയിലൂടെ എല്ലാം നേടിയ ശേഷം ഇപ്പോൾ തിരിച്ചു കുത്തുന്നത് മനസാക്ഷി ഇല്ലായ്മ കൊണ്ടാണ് എന്നും ഈ നേതാക്കൾ ആരോപിക്കുന്നുമുണ്ട്. നന്ദി.